കൊല്ലത്ത് സിറ്റിംഗ് MLA-യും സിറ്റിംഗ് MP-യും തമ്മിലാണ് ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് BJP-യുടെ സ്ഥാനാർത്ഥി? ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും ഒക്കെ പ്രചാരണം തുടങ്ങിയിട്ട് പോലും BJP-യുടെ സ്ഥാനാർത്ഥി അതിപ്പോഴും സസ്പെൻസ് ആയി തുടരുകയാണ്. സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ എന്താ, മോദി ഗ്യാരണ്ടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പന്തലൊരുങ്ങി എന്നിട്ടും ചെറുക്കനെയും പെണ്ണിനെയും കണ്ടെത്താനായില്ലെങ്കിലോ? കൊല്ലത്തെ BJP-യുടെ അവസ്ഥയാണിത്. പലരും സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ചു. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി ചിലർ സ്വയം ഒഴിഞ്ഞു മാറി. സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ എന്താ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തയ്യാർ. ഇനി കൊല്ലത്തെ വോട്ടർമാർക്ക് കാണാൻ BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് രഹസ്യവിവരം കിട്ടിയെങ്കിലോ? അവരോടൊന്ന് ചോദിക്കാം. ഈ BJP സ്ഥാനാർത്ഥി ആരാന്നറിയാവോ? എന്റെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. BJP-യുടെ സ്ഥാനാർത്ഥി കണ്ടോ? BJP-യുടെ സ്ഥാനാർത്ഥിയെ കണ്ടില്ല. ചേട്ടൻ കണ്ടോ? BJP സ്ഥാനാർത്ഥി ഇപ്പോൾ സുരേന്ദ്രൻ നിർത്താൻ പോയി അവിടെ. ചേട്ടാ, ഈ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? ഞങ്ങൾ സ്ഥാനാർത്ഥി എല്ലാ കാലഘട്ടത്തിലും കൊല്ലം ലോക്സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ NDA-യുടെ പാർലമെന്ററി പാർട്ടി യോഗം നിശ്ചയിക്കും. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്കാം. ഇത്രയും അധികം BJP ആൾക്കാരും നേതാക്കന്മാരായ ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. ഈ 2 ദിവസം കൂടുമ്പം അറിഞ്ഞില്ലേ മറ്റേ ആളാണ്. കൊല്ലം മുഴുക്ക സംസാരവും അയാൾ വന്നാൽ ചർച്ചകൾ, മറ്റേത് അയാളുടെ വോട്ടിൻ്റെ ഇത് ശക്തി, അയാളിന് 2 ദിവസം കഴിയുമ്പോൾ അയാളുടെ പേരേ ഇല്ല. അങ്ങനെ ഒരു എൻ്റെ അറിവിൽ തന്നെ ഒരു 12 നേതാക്കന്മാരിപ്പം സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. കൊല്ലത്ത് പുലിയിറങ്ങുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. സംസ്ഥാന വക്താവാണോ നടനായ നേതാവാണോ നല്ലതെന്ന ആലോചനയിലാണ് കേന്ദ്ര നേതൃത്വമത്രേ. ആര് വന്നാലും 4 പേര് കേട്ടാൽ അറിയുന്ന സ്ഥാനാർത്ഥി വേണമെന്ന് മാത്രമാണ് കൊല്ലത്തെ പാർട്ടി അണികളുടെ ആഗ്രഹം. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.